ഹായ് ഗായ്സ്, ഇന്ന് നമ്മുടെ ലക്കി ഡേ ആണ് കേട്ടോ. എന്താണെന്നല്ലേ, നമ്മളിന്ന് മസ്കറ്റ് ടു ബാങ്കോക്ക് ഒമാൻ എയർ ബിസിനസ് ക്ലാസ്സിനാണ് പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെ സംഭവിച്ചെന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറയാം. അപ്പോൾ അത് ഇവരുടെ എക്സ്ക്ലൂസീവായിട്ടുള്ള മസ്കറ്റിലെ ഒരു സർവീസാണ്. നമ്മുടെ വണ്ടിയിൽ നിന്ന് തന്നെ നമ്മുടെ പെട്ടി വന്ന് എടുത്ത് നമ്മളെ സ്പെഷ്യലായിട്ടുള്ള ബിസിനസ് ക്ലാസ് കൗണ്ടേഴ്സിൽ പോയി നമ്മളെ അവിടെ സഹായിക്കും. അതിനുശേഷം നമ്മൾ ബിസിനസ് ക്ലാസ് ലോഞ്ചിലിട്ട് പോന്നു. ഇതാണ് മസ്കറ്റിൻ്റെ ബിസിനസ് ക്ലാസ് ലോഞ്ച്. അടിപൊളി ലൗഞ്ചാട്ടോ, വലിയ ലൗഞ്ചാണ്. അപ്പോൾ റിലാക്സിങ്ങിന് ഒരു സെക്ഷനുണ്ട്, പിന്നെ നമുക്ക് ഫുഡിങ്ങിന് ഒരു സെഷനുണ്ട്, ബാറായിട്ടൊരു സെഷനുണ്ട്. ഞാനിപ്പം അധികം എല്ലാം കൂടി കാണിക്കുന്നില്ല, ബിക്കോസ് ഞങ്ങൾ ഭയങ്കര ടയേർഡായിരുന്നു. അതുകൊണ്ട് എല്ലാം വീഡിയോ പിടിച്ച് കാണിക്കാനുള്ള ശക്തി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. ഇതാണ് ഫുഡിങ്ങിൻ്റെ ഏരിയ. ഞങ്ങൾ അത്യാവശ്യം ഫുഡൊക്കെ കുറച്ച് കഴിച്ചിട്ട് ഓടിപ്പോയി ഞങ്ങൾ റെസ്റ്റ് എടുത്തു. ഈ കാണുന്നതാണ് റെസ്റ്റ് ചെയ്യുന്ന ഏരിയ കേട്ടോ. ഒന്ന് അടിച്ച് പൊളിച്ച് കിടന്ന് ഉറങ്ങി കുറച്ച് നേരം. അതിനുശേഷം ഞങ്ങൾ ബോർഡിങ് ടൈം ആയപ്പോഴേക്കും ഫ്ലൈറ്റിലായിട്ട് ബോർഡ് ചെയ്യുന്ന രംഗമാണിത്. അങ്ങനെ ബോർഡ് ചെയ്ത് നമ്മൾ സീറ്റൊക്കെ പിടിച്ച് കഴിഞ്ഞപ്പോഴേക്കും അവർ മറ്റുള്ള എക്കണോമി പാസഞ്ചേഴ്സ് ബോർഡ് ചെയ്യുന്ന നേരം കൊണ്ട് നമുക്ക് ഓറഞ്ച് ജ്യൂസും അങ്ങനെയൊക്കെ കൊണ്ട് തന്നു കേട്ടോ. അതൊക്കെ എൻജോയ് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങളിതേ ഒന്ന് സെറ്റായി. എല്ലാവരും ബോർഡിങ് കംപ്ലീറ്റഡ് ആയപ്പോഴേക്കും നമുക്ക് ഡേറ്റ്സും അവർ ഒമാനി കോഫിയും കൊണ്ട് തന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ടയേർഡായിരുന്നു, എന്നാലും കുറച്ചൊക്കെ ഇവരുടെ ഈ സർവീസ് ഒന്ന് എൻജോയ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ളതുകൊണ്ട് മാക്സിമം അങ്ങനെ ഒന്ന് ശ്രമിച്ചു. അതിനുശേഷം അവരൊരു അമ്യൂണിറ്റി കിറ്റ് കൊണ്ടു തന്നു കേട്ടോ. അപ്പോൾ ഈ അമ്യൂണിറ്റി കിറ്റിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. അതിൻ്റെ അകത്ത് അവർ ഒരു പെയർ സോക്സ്, അതായത് തണുക്കുമ്പോൾ നമുക്ക് ഇടാനായിട്ടൊരു പെയർ സോക്സ്, പിന്നെ ഒരു സ്ലീപ്പിംഗ് മാസ്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ സ്ലീപ്പിംഗ് മാസ്ക്, പിന്നെ അതായത് ഡയറ്റൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് കിടക്കാനായിട്ട് എനിക്ക് തീരെ ആവശ്യമില്ലാത്തൊരു സാധനമാണ്. പിന്നെ നമുക്ക് അവരിങ്ങനെ ഒരു പെർഫ്യൂം ഉണ്ടായിരുന്നു, അതാണ് ഏറ്റവും ഹൈലൈറ്റ്. പിന്നെ ഒരു മോയ്സ്ചറൈസർ ക്രീം ഉണ്ടായിരുന്നു, ഒരു ലിപ് ബാം ഉണ്ടായിരുന്നു, മൗത്ത് വാഷ് ഉണ്ടായിരുന്നു, ഡിസിൻഫെക്റ്റ് ചെയ്യാനായിട്ട് സാനിറ്റൈസിങ് സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഇത് എങ്ങനെ ഇങ്ങനെ കിട്ടിയെന്നുള്ളത്. മിക്ക എയർലൈൻസിലും, അതായത് ചില എയർലൈൻസിലും നമുക്ക് ബിഡ് ചെയ്യാനായിട്ടുള്ളൊരു സംവിധാനമുണ്ട്. അത് നമ്മൾ ബുക്ക് ചെയ്യുന്ന ഏതാണ് ടറീഫ്, അതായത് അതിൻ്റെ റിസർവേഷൻ ടറീഫ് അനുസരിച്ച് നമുക്ക് ബിഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പ്രാവശ്യം വളരെ ചീപ്പായിട്ട് തന്നെ ഞങ്ങൾക്ക് ഇത് ബിഡ് ചെയ്യാൻ പറ്റി. ഞങ്ങൾ ഏറ്റവും ലോവസ്റ്റിലിട്ടിട്ടാണോ ബിഡ് ചെയ്യുന്നത്. നമുക്ക് ഏറ്റവും കൂടുതൽ കാശ് ആര് കൂടുതൽ കൊടുക്കുന്നോ, അതായത് ലേലം വിളിക്കുന്നോ, അതനുസരിച്ചാണ് കിട്ടുന്നത്. അപ്പോൾ കാശ് പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ബിഡ് ചെയ്ത് നമുക്ക് കിട്ടിയാൽ മാത്രമേ അവർ നമ്മുടെ കാശ് ഡിഡക്റ്റ് ചെയ്യുള്ളൂ. ഇല്ലെങ്കിൽ ഒന്നും സംഭവിക്കത്തില്ല, നമ്മൾ എക്കണോമി തന്നെ ഫ്ലൈ ചെയ്യും. അപ്പം ഞങ്ങൾക്ക് ഫ്ലൈ ചെയ്യുന്നതിന് ഒരു കുറച്ച് മണിക്കൂർ മുന്നെയാണ് നമുക്കൊരു മെസ്സേജ് വന്നത്, നിങ്ങളുടെ ബിഡിങ് സക്സസ്ഫുള്ളായിരുന്നു, നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്തു എന്ന് പറഞ്ഞു. അങ്ങനെ വളരെ സന്തോഷകരമായിട്ട് മസ്കറ്റ് ടു ബാങ്കോക്ക് ഞങ്ങളത് ബിസിനസ് ക്ലാസ് എൻജോയ് ചെയ്ത് ഫ്ലൈ ചെയ്തു കേട്ടോ. അപ്പോൾ സെക്കൻഡ് പാർട്ടിൽ പിന്നെ കാണാം.